ഹലോ. ഹായ്. ഞാനൊരു പബ്ലിക് റെസ്പോൺസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓ ഷോ. ഇപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസാവുന്ന ടൈമാണ്. മിനീഷ്. എങ്ങനെ? പേര് പറഞ്ഞ മിനീഷ്. ആ ഓക്കെ മിനീഷ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസാവുന്നുണ്ട്. മിനീഷിന് ഇഷ്ടപ്പെട്ടത് ഏത് ലാംഗ്വേജിലുള്ള സിനിമകളാണ്? സിനിമ എല്ലാം നല്ലതല്ലേ, പിന്നെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇംഗ്ലീഷ്, കൊറിയൻ. ഓ, അപ്പോൾ കെ ഡ്രാമയൊക്കെ കാണാറുണ്ട്? കെ ഡ്രാമ അല്ല, ഞാൻ കൊറിയൻ ഡ്രാമ കാണാറ്. ഇംഗ്ലീഷ് മൂവീസ് കൂടുതൽ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് മൂവി ഏതാണ്? അതിപ്പോൾ കൺഫ്യൂഷനാണ്, ഒരുപാടുണ്ടല്ലോ. ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയാൻ ടൈറ്റാനിക് തന്നെയാണ്. എനിക്കും ഇഷ്ടമാണ് ടൈറ്റാനിക്. ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാണ് ഇംഗ്ലീഷ് മൂവീസിൽ? ജെയിംസ് ക്യാമറോണിൻ്റെ എല്ലാ പടങ്ങളും എനിക്ക് വലിയ ഇഷ്ടമാണ്. ടൈറ്റാനിക്കിൻ്റെ ഡയറക്ടർ. ടൈറ്റാനിക്കിൻ്റെ ആക്ടർ, ഇംഗ്ലീഷ് മൂവീസിൽ ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? ടഫാണല്ലോ. അപ്പോൾ ഡികാപ്രിയോ. ടൈറ്റാനിക്കിലെ ആക്ടറാണ്. ടൈറ്റാനിക്കിൻ്റെ ഒരുപാട് മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ് കാണുന്ന ആളാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ഇംഗ്ലീഷ് സിനിമകൾ മാത്രം ചർച്ച ചെയ്യുന്നൊരു ഗ്രൂപ്പ്. ഞാൻ അതിൻ്റെ അഡ്മിൻ. നൈസ്. കണ്ട മൂവീസിൽ ഒരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീന് ഏതായിരിക്കും? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ആ കടലിൻ്റെ നടുവിൽക്കൂടെ കപ്പൽ പോയിട്ട് മഞ്ഞുമല ഇടിച്ചിട്ട് കടലിലേക്ക് മുങ്ങിയ ആൾക്കാർ മരിക്കുന്ന സീനുകളുണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആണത്. അതും ടൈറ്റാനിക്കിലെ സീനാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചതല്ല, ടൈറ്റാനിക് വിടൂ, അത് മറന്നേക്കൂ. എന്ന് വെച്ചാൽ മിനീഷ് ലാസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സീൻ പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? കപ്പൽ മുങ്ങുന്ന സീൻ തന്നെ. അതല്ല, റീസെൻ്റ് ആയിട്ട് കണ്ട പടം ടൈറ്റാനിക് തന്നെ. ഞാൻ സൂര്യ ടി വിയിൽ ഉണ്ടായിരുന്നു, പിന്നെയും കണ്ടു. അതൊക്കെ വിടൂ. അതല്ല ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവി ഏതാണ്? ടൈറ്റാനിക് തന്നെ. താൻ 97 ശേഷം വേറെ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? സൂര്യ ടി വിയിൽ വരുമ്പോൾ കാണും. അങ്ങനെ ഇഷ്ടമാണ് പടം. എന്തായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്? ഇംഗ്ലീഷ് സിനിമയെ പ്രണയിച്ചവർ. ശരി എന്നാ. അല്ല, മൈക്ക് വേണ്ടേ? ഫേവറേറ്റ് സോങ് വെച്ചില്ലല്ലോ. അത് എവരി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് അല്ലേ?